ഞാൻ റഫമാക്. ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചിരുന്നു ലൈവായിട്ട് മലയാളം ചാനൽസ് അല്ലെങ്കിൽ ഏതെങ്കിലും ടി വി ചാനൽസ് കിട്ടാനുള്ള ഏതെങ്കിലും ആപ്ലിക്കേഷൻ, ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസ് ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നു. അതായത് ടി വി കാണാൻ നമുക്ക് ഇപ്പോൾ ഇന്നത്തെ ടൈമിൽ റൂമിലോ വീട്ടിലോ ഇരുന്ന് ടി വി കാണുന്നതിനെക്കാട്ടും നമുക്ക് മൊബൈലിൽ കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും ചില അർജൻറ്റ് സമയത്തൊക്കെ. അപ്പോൾ ഇത്തരം സോഫ്റ്റ്വെയർസ് നമുക്ക് ഓൾറെഡി നമ്മുടെ ഇതിൽ എന്താ പറയുക പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. പക്ഷേ ചിലതൊന്നും കറക്റ്റായിട്ട് വർക്ക് ചെയ്യില്ല. അങ്ങനെ കുറേ പോരായ്മകളുണ്ട്. അപ്പോൾ മിസ്റ്റർ ഹുസൈൻ കണ്ണൂരാണ് ഇപ്പോൾ ഈ പേജിൽ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ചോദിച്ചിരുന്ന ഈ ചോദ്യം. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ടും പിന്നെ മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും, ഇതേ ഡൗട്ടുള്ള ഒരുപാട് പേരുണ്ടാവും എന്ന് അറിയുന്നത് കൊണ്ട് എല്ലാവർക്കും ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് പ്ലേ സ്റ്റോറിൽ ഇല്ലാത്തൊരു ആപ്ലിക്കേഷനാണ്. പ്ലേ സ്റ്റോറിൽ നമുക്ക് കുറേ ഉണ്ട്. ഇതാണ് MHD TV എന്നുള്ളതാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ഇത് ഓപ്പൺ ചെയ്യുക. ഇത് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം MX പ്ലെയറും XMTV പ്ലെയറും വേണം. അത് ഈ സോഫ്റ്റ്വെയർ ഓൺ ചെയ്യുമ്പോൾ തന്നെ കാണിക്കും. ഇത് 100% ആയാൽ കാണിക്കും. ആ രണ്ട് ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് അവൈലബിൾ ആണ്. അതുകൊണ്ട് അത് ഡൗൺലോഡ് ചെയ്യുന്ന ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നില്ല. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ എൻ്റെ ഫോണിൽ MX പ്ലെയർ XMTV പ്ലെയർ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. ഇനി ഇത് ഇങ്ങോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മലയാളം എന്നുണ്ടാവും. മലയാളം എന്നുണ്ട്, മലയാളം ന്യൂസ് ഉണ്ട്, XMTV ചാനൽസ് ഉണ്ട്, തമിഴ് ഉണ്ട്, ഹിന്ദി ഉണ്ട്, ഹിന്ദി ന്യൂസ് ഉണ്ട്, തെലുങ്ക് ഉണ്ട്, കന്നഡ ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, മ്യൂസിക് ഉണ്ട്, ഇംഗ്ലീഷ് ന്യൂസ് ഉണ്ട്, MX സ്പോർട്സ് ഉണ്ട്, XMTV സ്പോർട്സ് ഉണ്ട്, സ്പിരിച്വൽ ചാനൽസ്, ഇങ്ങനെ ഒരുപാട് ചാനൽസ് ഉണ്ട്. ഇപ്പോൾ IPL-ഉം ക്രിക്കറ്റും എല്ലാം ഫുട്ബോളും എല്ലാം ഉണ്ട്. ഇംഗ്ലീഷ് പ്രീമിയറും എല്ലാം നമുക്ക് കാണാം ഇതിൽ തന്നെ. ഓക്കെ, അപ്പോൾ ഞാനിതിൽ ഫസ്റ്റ് ഒരു ഇയാൾ മലയാളം ചാനൽ ചോദിച്ചത് കൊണ്ട് മലയാളം ചാനൽ, ഇപ്പോൾ ഉദാഹരണത്തിന് സൂര്യ TV ഓപ്പൺ ചെയ്യുന്നു. വളരെ ഓക്കെ ഞാനില്ല. പിന്നെ അത് സൂര്യ TV ആണ്. പിന്നെ ഇനി ഏഷ്യാനെറ്റ് മൂവീസ്. ഓക്കെ, വളരെ ഫാസ്റ്റാണ് സംഭവം. പിന്നെ ഇനി ഏഷ്യാനെറ്റ് നോക്കാം. ഓക്കെ, കൂടുതൽ ടൈം ഞാൻ ഇടാത്തതിൻ്റെ കാരണം കൂടുതൽ ടൈം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത് കോപ്പിറൈറ്റ് ആയിട്ട് ബ്ലോക്ക് ആയി പോകും യൂട്യൂബിൽ ഈ വീഡിയോ. ഏഷ്യാനെറ്റ് പ്ലസ്. ഓക്കെ, അപ്പോൾ അത് ഇനി നമുക്ക് മഴവിൽ മനോരമ. ഓക്കെ, ഇനി ഏത് വേണം? ഫ്ലവേഴ്സ് TV, ജനം, അമൃത TV. ഓ, ഡീകോഡർ നോട്ട് സപ്പോർട്ടഡ്. ഓക്കെ, അമൃത TV സ്ട്രീം 2 ഉണ്ട്. ഓക്കെ, ചില ലിങ്കുകൾ അതിൽ വർക്ക് ചെയ്യാത്ത അവർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫസ്റ്റത്തെ ലിങ്ക് വർക്ക് ചെയ്യുന്നത് കണ്ടില്ല. അപ്പോൾ നമ്മൾ എടുത്ത് നോക്കിയാൽ മതി. ജയ് ഹിന്ദ് ഉണ്ട്. ഓക്കെ, അത് സപ്പോർട്ട് ചെയ്യുന്നില്ല. ഓക്കെ, അങ്ങനെ നമ്മൾ നോക്കിയാൽ ഇഷ്ടം പോലെ ഒരുപാട്. മീഡിയ വൺ ഗൾഫ് പുതിയ ചാനലാണ്, ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ചാനലാണ്. ഓക്കെ, അതിൽ MIT മൂസ എന്ന അടിപൊളി പ്രോഗ്രാമാണുള്ളത്. പിന്നെ ദർശന TV, ഇങ്ങനെ കുറേ ചാനൽസ് ഉണ്ട്. ഇപ്പോൾ മലയാളം നമ്മൾ കുറേ കണ്ടതുകൊണ്ട് ഇനി മലയാളം ന്യൂസ്, ഏഷ്യാനെറ്റ് ന്യൂസ് എടുക്കാം. നഗരസഭ വിസ്തീർണം ആവശ്യപ്പെട്ടു. ഓക്കെ, പിന്നെ അടുത്തത് മാതൃഭൂമി ന്യൂസ് എടുക്കാം. എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ഒരുപാട് ഇതേപോലെ TV ചാനൽസൊക്കെ യൂസ് ചെയ്ത മൊബൈൽ ഇത്രയും കോൺസ്റ്റൻ്റ് ആയിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല. മനോരമ ന്യൂസ് എടുക്കാം. വളരെ എഫിഷ്യൻ്റ്, വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു പ്രോഗ്രാമാണ് റിപ്പോർട്ട് TV. ഓക്കെ, ഇനി മീഡിയ വൺ അങ്ങനെയെല്ലാം ഉണ്ട്. ഇനി നമുക്ക് ഇതിൽ സൂര്യ, കിരൺ അങ്ങനെയുള്ള എല്ലാം ഉണ്ട്. പിന്നെ ഇനി പുറത്ത് നോക്കുകയാണെങ്കിൽ സൺ TV, KTV, സൺ TV എടുത്ത് നോക്കാം. വളരെ സൂപ്പർ സോഫ്റ്റ്വെയർ ആണിത്. അപ്പോൾ എല്ലാ ചാനലും SS മ്യൂസിക്, രാജ് TV, തമിഴ് ചാനൽസും എല്ലാം ഇരിക്കും. എല്ലാ തമിഴ്
സോറി തമിഴ് രാജ് മ്യൂസിക്. പക്ഷേ ഈ സോഫ്റ്റ്വെയർ നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ല. അതുകൊണ്ട് ഈ വീഡിയോയ്ക്ക് ലാസ്റ്റ് ഞാൻ ഇതിൻ്റെ ലിങ്ക് ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിനെടുക്കാം. ഒരുവിധം എല്ലാ തമിഴ് ചാനൽസും ഉണ്ട്. ഓക്കെ അതുപോലെ ഇനി ഹിന്ദി സ്റ്റാർ പ്ലസ് ഇല്ല. സ്റ്റാർ പ്ലസ് നോക്കാം. ഓക്കെ സ്റ്റാർ പ്ലസ്. പിന്നെ ലൈഫ് ഒക്കെ സി ടി വി. നമുക്ക് സീരിയൽസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ സി ടി വി നല്ലത്. ഓക്കെ അത് HD ചാനലാണ്. ഇപ്പം നിങ്ങൾക്കൊരു ഡിഷ് ടി വി ഏതെല്ലാം വാങ്ങുന്നതിലും ബെറ്റർ ആയിരിക്കും മൊബൈലിൽ. അത്രയും ചാനൽസ് ഉണ്ട്. 9XE. सस्ता हो गया है कि टीवी पे जैसे चैनल घुमाओ और जैसे जैसे. ഓക്കെ അപ്പോൾ അതാണ് സംഭവം. ഇനി ഇതിൽ ഹിന്ദി ന്യൂസ് ആജ് തക്. चलो यार पार्टीज. പിന്നെ DD ന്യൂസ്, ഇന്ത്യ TN, CNN, IBN, അങ്ങനെ കുറേ ചാനൽസ് ഉണ്ട്. തെലുങ്ക് ചാനൽസ് ഉണ്ട്, ജെമിനി, ഒരുപാട് ചാനൽസ് ഉണ്ട്. മാവ് മ്യൂസിക് എല്ലാം ഉണ്ട്. പിന്നെ കന്നഡ, ഓക്കെ, ഏഷ്യാനെറ്റ് സുവർണ ഉണ്ട്. ഇംഗ്ലീഷ് ഫോക്സ് മൂവി, ആനിമൽ പ്ലാനറ്റ്, MBC, ദുബായ് 1, നാസ TV, പിന്നെ MTV വന്നിട്ട് നോക്കാം. മൂവിയാണ്. ഓക്കെ അതുപോലെ M-Tunes, മ്യൂസിക് ഇന്ത്യ, സൂം എൻ്റെ ഒരു ഫേവറേറ്റ് ചാനലാണ്. സൂം. ഓക്കെ പിന്നെ ഇംഗ്ലീഷ് ചാനൽസ് CNN, സ്കൈ ന്യൂസ്, അൽ ജസീറ, BBC വേൾഡ് ന്യൂസ് ലൈവായിട്ട് കാണാം. വെതർ റിപ്പോർട്ട്. പിന്നെ ഫ്രാൻസ്, CNN, IBN, ടൈംസ് നൗ, ഹെഡ്ലൈൻസ്, NDTV, ഒരുപാട് ചാനൽസ് ഉണ്ട്. സ്കൈ ന്യൂസ്. ഇനി IPL ഉണ്ടോ എന്ന് നോക്കാം. എന്തോ IPL ഇല്ല. അത് നോക്കാം. ലൈവ് ഫുട്ബോൾ. ഓക്കെ പല ലാംഗ്വേജിലുള്ള TV ചാനൽസ് ഉണ്ട്. സ്കൈ സ്പോർട്സ്, വില്ലോ TV, ബീങ്, ഒരുപാടുണ്ട്. ESPN HD കിട്ടുമോ നോക്കാം. ഓക്കെ ESPN അവൈലബിൾ ആണ്. പിന്നെ ഇനി നമുക്ക് ഇതിൽ XM TV ചാനൽസ് നോക്കുകയാണെങ്കിൽ IPL ഉണ്ടോ നോക്കാം. ഇതിൽ കണക്റ്റിങ് കുറച്ച് ലോഡിങ് ഉണ്ട്. ഇത് XM TV എന്നുള്ള വേറൊരു ആപ്ലിക്കേഷൻ. ഇതൊരു MX പ്ലെയർ ആയിരുന്നു. MX പ്ലെയർ കുറച്ചുകൂടി ഫാസ്റ്റാണ്. കിട്ടിയില്ല. ഈ ടൈമിൽ IPL ഉണ്ടോ? IPL ഇല്ല എന്ന് തോന്നുന്നു. അതാണ് സംഭവം. മിനിറ്റ് സോണി അതായത് ഇനിയിപ്പോൾ അതിൽ കിട്ടിയില്ലാണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഹിന്ദി ചാനൽസിൽ സോണി 6 ഉണ്ടോ? പുതിയ ചാനൽസ് അപ്ഡേറ്റ് വരുമ്പോൾ ഇവർ ഓട്ടോമാറ്റിക്കായിട്ട് ആപ്ലിക്കേഷൻ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഇടയ്ക്ക് നമുക്ക് അടിയിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നുണ്ട്.
Sony 6. Yeah. So they did The IPL. because it was over halfway stage and they lost that fourth wicket. ഓക്കെ, അതായത് IPL ആണ്. IPL ഇപ്പോൾ ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ IPL എന്നുള്ളത് നോക്കിയാലും മതി. അപ്പോൾ ഇതാണ് ഇനി നമുക്ക് ഇതിലൊരുപാട് ചാനൽസ് നമ്മുടെ സ്പിരിച്വൽ ചാനൽസാണ്. ഫോർ എക്സാമ്പിൾ പീസ് ടി വി നോക്കാം. ഓക്കെ, ജാക്കിർ നായിക്കിൻ്റെ ചാനലിലാണ്. പിന്നെ ഷാലോം ടി വി ക്രിസ്ത്യൻ ഡിവോഷണൽ ചാനലാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ആകെ മൊത്തത്തിൽ പറഞ്ഞാൽ ഇത് വളരെ നല്ലൊരു സോഫ്റ്റ്വെയറാണ്. ഇതിൽ തന്നെ ഒരുപാട് അപ്ഡേറ്റ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പം ഇതിനി ഡൗൺലോഡ് ചെയ്യാൻ, ഈ വീഡിയോ ഇത്രയും ലെങ്തായി പോയതിന് ക്ഷമിക്കുക. ഇത് ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ല. നമുക്ക് സെർച്ച് ചെയ്യാം MHT സ്പോർട്സ് അവൈലബിൾ ആണോ അല്ലേ എന്നുള്ളത് കൺഫേം ചെയ്യാം. MHT TV നോക്കാം. MHT TV ഇല്ല. ഇതിൽ വേറെ ആ പേരിൽ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് വേറെ പലതുമാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. ഈ MHTV എന്നുള്ള ഈ അടിപൊളി സോഫ്റ്റ്വെയർ നമുക്ക് എങ്ങനെ കിട്ടുമെന്നുള്ളത് എൻ്റെ ഫേസ്ബുക്ക് പേജായ www.facebook.com/rafomac എന്ന പേജിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ സ്പോർട്സൊക്കെ എടുത്തുകൊണ്ടായിരിക്കാം കുറച്ച് സ്ലോ ആയിപ്പോയി. ഓക്കെ, ഇതാണ് എൻ്റെ സൈറ്റ്, എൻ്റെ ഫേസ്ബുക്ക് പേജ് www.facebook.com/rafomac. ഇതിലും ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് പുതിയ പുതിയ ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തു. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് പ്രൈവറ്റ് മെസ്സേജ് അയക്കാതെ പേജിൽ പോസ്റ്റ് ചെയ്യുക. കാരണം ഒരാൾക്ക് ഉള്ള ഡൗട്ട് മറ്റു പലർക്കും ഉണ്ടാവും, അവർക്കും ഒക്കെ അതിന് ആൻസർ ചെയ്യുമ്പോൾ ഉപകാരപ്പെടും. ഓക്കെ, എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഈ വീഡിയോ ഇത്രയും ചാനൽസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് കൊണ്ട് കുറച്ച് ലെങ്തി ആയി പോയി, ക്ഷമിക്കുക. എന്തായാലും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ.